അപ്പോൾ ഈ അജ്ഞാന സന്ദേഹ വിപരീതങ്ങളെ നമുക്ക് പരിചയപ്പെടുത്തി. വിരമഭാവനയെ മൂടി, ശിവോഹം ഭാവനയെ മൂടി ഭേദം, ഞാൻ ബ്രഹ്മം അല്ല എന്ന ധാരണ. ശിവോഹം ഭാവന അത് ഈ ശ്വാസം അവർ പറയുന്നതാണ്, മഹത്തുക്കൾ പറയുന്നത്. ഈ ശ്വാസം സോഹം സോഹം എന്നാണ് ഈ ശ്വാസം. പക്ഷെ നമ്മളതിനെ പ്രത്യേകിച്ച് നിസാരവൽക്കരിച്ചത് കൊണ്ട് അത് മൂടപ്പെട്ടിരിക്കുകയാണ്. യഥാർത്ഥത്തിൽ ഓരോ ശ്വാസവും ഞാൻ ശിവനാണ്, ഞാൻ ശിവനല്ല ശിവമാണ് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നമ്മൾ അജപാമന്ത്രം. നമ്മൾ ജപിക്കാതെ ജപിക്കുന്ന ഒരു മന്ത്രമാണ് ഈ ശ്വാസോച്ഛ്വാസം. സോഹം ശിവോഹം ശിവോഹം ശിവോഹം. ഇങ്ങനെ ഇത്രയും പ്രാവശ്യം ഈ ഞാൻ ശിവനാണ് സോഹം സോഹം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ ഇതിനെ മൂടിയിരിക്കുകയാണ്. ഇതിനാരെങ്കിലും ഓർമ്മിക്കുന്നുണ്ടോ? ഇപ്പൊ ഓക്സിജൻ കിട്ടാൻ വേണ്ടിയാണ് നമ്മൾ ശ്വസിക്കാന്ന് വിചാരിച്ചിരിക്കുക. ഇതിൽ നിന്നും ഉണ്ടാകുന്ന ഞാൻ ശിവനാണ് ഓം ഓം എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു സംഭവം സ്വാഭാവികമായുണ്ട്. അതിനെ ഓർമ്മിച്ച് അതിന് ചേർന്നാൽ മതി എന്നാണ് ചില മഹത്തുക്കൾ പറയുന്നത്. ഇരിക്കട്ടെ. ബ്രഹ്മഭാവനയെ മൂടി ഭേദം കാട്ടുന്നത് ജ്ഞാനം. ഇതിനെയാണ് അജ്ഞാനം എന്ന് പറയുന്നത്. കുരവർ വാക്യം നമ്പാമൽ, ആചാര്യരുടെ വാക്യത്തെ വിശേഷിച്ച് വിശ്വസിക്കാതെ എന്നൊരു പ്രയോഗം അവിടെ ഉപയോഗിച്ചു. പക്ഷെ എന്തായിരിക്കും വിശേഷിച്ച് വിശ്വസിക്കാതെ പറഞ്ഞ അർത്ഥം? വിശ്വസിക്കുന്നുണ്ട് എല്ലാവരും, പക്ഷെ വിശേഷിച്ച് വിശ്വസിക്കാതെ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്താണ്? വിശ്വസിച്ച പോലെ തത്വമസി മഹാവാക്യത്തിലൂടെ അതിന്റെ ലക്ഷണയുക്തമായിട്ട് അതിനെ അറിഞ്ഞ് വിശ്വസിക്കുക. അതിനെ വിശേഷിച്ച് വിശ്വസിക്കാൻ പറഞ്ഞു. അതല്ലെങ്കിൽ ശരി സ്വാമി അങ്ങനെയല്ല, എനിക്ക് എതിരഭിപ്രായം ഇല്ല സ്വാമി എന്ന് പറയുന്ന അർത്ഥമില്ല. വിശേഷിച്ച് വിശ്വസിക്കണം. അപ്പൊ അത് ഈ പറയുന്ന മഹാവാക്യത്തിലൂടെ ഇതിനെ ബോധിക്കണമെന്നർത്ഥം. അങ്ങനെയാണ്. അതിൻ്റെയാണോ ശരിയായ വിശ്വാസം? ആചാര്യരുടെ വാക്യത്തെ വിശേഷിച്ച് വിശ്വസിക്കാതെ കുഴമ്പുന്നത് സന്ദേഹം. ഇനി അത് കഴിഞ്ഞിട്ട് തിരമറു ജഗം മെയ്യൻറ്റും ദൃഷ്ടനഷ്ടമാകുന്ന ജഗത്ത് സത്യമെന്നും ദേഹം ഞാനെന്നും, ഈ അനാത്മാവായിരിക്കുന്ന ദേഹം ഞാനെന്നും, ഉള്ളേ അകത്ത് തോന്നിയിരിക്കുന്ന മോഹമാണ് വിപരീതം. ദൃഷ്ടനഷ്ടം എന്ന് പറയാൻ കാരണം എന്ന് വെച്ചാൽ ഇത് ഉണ്ടാവുകയും ഇല്ലാതാവുകയും ചെയ്തുകൊണ്ടിരിക്കുകയും കാണുകയും കാണാതിരിക്കുകയും നഷ്ടപ്പെടുകയും ചെയ്തുകൊണ്ടിരിക്കുക. ചില അവസരങ്ങളിൽ കാണും ഈ ലോകം, പലപ്പോഴും കാണില്ല. അല്ലല്ലോ, എപ്പോഴും ഈ ലോകത്തെ കാണുന്നില്ലല്ലോ. ചിലപ്പോൾ തോന്നും, ചിലപ്പോൾ തോന്നുമില്ല. ഇങ്ങനെ ഇരിക്കുന്ന ഈ ലോകം, അതാണ് ദൃഷ്ട നഷ്ടമായിരിക്കുന്ന ഈ ലോകം വാസ്തവമെന്നും ദേഹം ഞാനെന്നും, ദേഹം എന്ന് പറഞ്ഞാൽ ഈ അനാത്മാവായിരിക്കുന്ന ഈ കാണപ്പെടുന്ന വിഷയമായിരിക്കുന്ന ഈ ദേഹം ഞാനെന്നുമുള്ള ഒരു മോഹമാണ് വിപരീതം എന്ന് പറയുന്നത്. ഒരു മോഹമാണിത്. ഈ മോഹത്തിനെയാണ് ശരിക്കും, മോഹത്തിന് വേറൊരു പേര് അജ്ഞാനം തന്നെ. ഒന്നിനെ വിചാരിച്ച് നോക്കാതെ ഒരു മൗഢ്യ നിലയിൽ ഒരു ഇരിപ്പ്, അത് തന്നെയാണ് ഈ പറഞ്ഞതിൻ്റെ അർത്ഥം. മോഹം ആകാശത്തിൻ്റെതാണ് മോഹം. ആകാശത്തിന്റെ അർത്ഥാംശം മോഹമാണ്. ആദ്യം ഉണ്ടായത് ആകാശമാണ്. ഭൂതങ്ങളിൽ ആദ്യം ഉണ്ടായത് ആകാശം. പഞ്ചീകരണം ചെയ്തപ്പോൾ അതിന്റെ അർത്ഥാംശത്തിന് മോഹമായിട്ടും അതിനെ മറ്റതിന്റെ 4 ഭാഗങ്ങളായിട്ട് വെച്ച് ഓരോന്നിലും ചേർത്ത് ഓരോ 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 വൃത്തികളായിട്ട് പറഞ്ഞു. എടുത്ത് പറയുന്നത് എന്താണെന്നറിയാം? ഇതൊക്കെ ക്ലാസിക്കലായിട്ട് ഇതിന്റെ മർമ്മങ്ങളാണ്. മനസ്സിലായില്ലേ? ഇതെല്ലാം അതിന്റെ വഴിയാവണ്ണം മനസ്സിലാക്കിയ ഒരാൾക്ക് മാത്രമേ ഒരു ധാരണ ഇതിൽ വന്നു ചെയ്യൂ. അതല്ലെങ്കിൽ ഒരു മൂഢധാരണയാണ്. അത് നമുക്ക് വീണ്ടും വീണ്ടും ഏതെങ്കിലും ലോകത്തിലൊക്കെ പോയിരിക്കാനുള്ള അവസരങ്ങളെ സൃഷ്ടിക്കാൻ മാത്രമേ ചെയ്യുള്ളൂ. മുക്തി ഉണ്ടാവില്ല. സൂക്ഷ്മങ്ങളായ അതിശയം ഉണ്ടാക്കുന്ന പല ലോകങ്ങളുണ്ട്. സൂക്ഷ്മത്തിലെ ഓരോരുത്തരും പോകുന്ന അവരുടെ ഭാവനയ്ക്കൊത്ത ആ ലോകത്തിലാണ്. ഇവിടെ പറയുന്നത് ഭാവനയറ്റ് കേവലമായിട്ട് താനായിട്ട് നിൽക്കുന്നവരെന്നല്ല, അത് മോക്ഷം, മുക്തി. അതല്ലെങ്കിൽ എത്രയോ ലോകങ്ങളുണ്ട്, സൂക്ഷ്മ ലോകങ്ങൾ.
നമ്മൾ പറയുന്നത് ലോകം, ദേവന്മാരുടെ ലോകം. ഇതെല്ലാം ഓരോരോ തട്ടുകളാണ്. ഈ സ്ഥലങ്ങളിലെല്ലാം പോകും. അതുകൊണ്ടാണ് സഹവസിക്കേണ്ടത്. നല്ല പുണ്യാത്മാക്കളെത്തായിട്ട് സഹകരിക്കുക, നല്ല വർത്തമാനങ്ങൾ പറയുക. രാഗദ്വേഷ മതമത്സരങ്ങൾ തീരെ വരാതിരിക്കാൻ ശ്രദ്ധിക്കുക. കാരണം ഇതൊക്കെ വേറെ ലോകത്തേക്ക് കൊണ്ടുപോവുകയാണ്. ഏത് ലോകത്തേക്ക്? ആ പൈശാചികമായ ലോകത്തേക്ക് കൊണ്ടുപോകുന്ന സാധനങ്ങളാണ്. ഇതെല്ലാം കാരിയേഴ്സാണ് സാർ. കാരിയറിനൊക്കെ അറിയാം സാർ. വേവ് നമ്മൾ പറഞ്ഞില്ല, കാരിയർ സൈക്കിള് ആ ഒരു കാരിയറാണത്. അതിൽ കൂടെയാണ് മറ്റേ സാധനം കയറി പോകുന്നത്. അതിന് എവിടെ വേണം പോകാനുള്ള കഴിവുണ്ട് കാരിയറിന്. ഈ കാരിയറിൽ നമ്മൾ കയറി ഇരുന്നാൽ നമ്മൾ അത് എവിടെയാണോ അത് കൊണ്ടുപോകേണ്ടത് അത് അവിടെ കൊണ്ടുപോകും. നമ്മളെ വഹിച്ച് കൊണ്ടുവെക്കണേ അവിടെ. അതുകൊണ്ടാണ് ശുദ്ധമായിരിക്കുന്ന ആ നിർമ്മലമായിരിക്കുന്ന ആ ബോധമാണ് താനെന്ന് ഗുരുമുഖാന്തരം അറിഞ്ഞിട്ട് എല്ലാം വിട്ടെന്ന് വെച്ചാൽ ഭൗതികത്തിലൊന്നും വിടണ്ടാലും മനസ്സുകൊണ്ട് തിരിച്ചറിഞ്ഞാൽ മാത്രം മതി. ആ ധാരണയോടുകൂടി വർത്തിച്ചു വന്നാൽ അവർ പറഞ്ഞു ആ ഗുരുവിന്റെ അനുഗ്രഹം കൊണ്ട് നേരെ ആ വിദേഹമുക്തിയിലേക്ക് പോകും. ആ മുക്തിയെ പറയാൻ വേണ്ടിയാണ് ഈ ശാസ്ത്രങ്ങൾ ഉണ്ടായിരിക്കുന്നത്. വേറെ ഒരു അത്ഭുതത്തെ പറയാനല്ല. സിദ്ധിയെ പറ്റിയൊന്നും ഇവിടെ പരാമർശങ്ങളേ ഇല്ല. 3 പറ്റി പറഞ്ഞു. ബ്രഹ്മഭാവനയെ മൂടി ഭേദം കാട്ടുവതല്ല. എന്താണ് നമ്മൾ പറഞ്ഞ അർത്ഥം? ശരിക്കും ആ ഭാവന ഇതില് ഈശ്വരൻ തന്നെ വെച്ചിരിക്കുകയാണ്. അതാണ് ശിവോഹം ഭാവന. അത് ഇതില് വാജപാജപ മന്ത്രമായിട്ടിരിക്കുകയാണ്. പക്ഷെ അതിനെ നമ്മൾ മറന്നു. അതിനെപ്പറ്റി തീരെ ഓർമ്മിക്കാതെ ഭേദം കാട്ടുന്നത്, ഞാൻ ബ്രഹ്മമല്ല എന്നുള്ള നിലയിലുള്ള ഒരു ഇരിപ്പ്, ഇത് ഈ ധാരണ, ഇത് തന്നെയാണ് ഏറ്റവും. നമ്മുടെ ആചാര്യൻ ഉപദേശിച്ച വാക്യത്തെ വിശേഷിച്ച് വിശ്വസിക്കാതെ ഇരിക്കുന്ന നില, കുഴമ്പ് വന്ന സന്ദേഹം. അതുപോലെ ഈ ദൃഷ്ടനഷ്ടമാകുന്ന ജഗത്ത് സത്യമെന്നും ഈ അനാത്മാവായിരിക്കുന്ന ഈ ദേഹം ഞാനെന്നുമുള്ള പരവിയ മോഹം താനേ വിപരീതം என்பമേലോ. ഇതിനെയാണ് വിപരീതം എന്ന് പറയുന്നത്. അപ്പോൾ ഈ പറയുന്ന 3 തടസ്സങ്ങളാണ് ഇതിൽ മാറ്റേണ്ടത്. അജ്ഞാനം, സന്ദേഹം, വിപരീതം. ഒരു പറഞ്ഞു ക്ലാസിക്കലായിട്ട് അജ്ഞാനത്തെ ശ്രവണം കൊണ്ട് മാറ്റണം, സന്ദേഹത്തെ മനനം കൊണ്ട് മാറ്റാം, വിപരീതത്തെ നിധിധ്യാസനം ചെയ്ത് മാറ്റാം. ഇങ്ങനെ 92ാമത്തെ പദ്യത്തിലെ തത്വ അനുഭോഗം താൻ സാധിത്തൽ കേട്ടൽ என்பார் ഒത്തുള പൊരുൾ ഊകത്താൽ ഉജാവൽ ചിന്തിത്തൽ என்பார் ചിത്തം ഏകാന്തமான தெரிசன தெளிதல் என்பார் நித்தம் இப்படி செய்தாக்கார் நிர்வாணம் பெறுவாய் நீயே. തത്വ അനുഭോഗം താൻ സാധിത്തൽ കേട്ടൽ என்பார் ഒത്തുള പൊരുൾ ഊകത്താൽ ഉജാവൽ ചിന്തിത്തൽ என்பார் ചിത്തം ഏകാന്തமான தெரிசன தெளிதல் என்பார் நித்தம் இப்படி செய்தாக்கார் നിർവാണം പെറുവായി നീയേ. തത്വ അനുഭോഗം, ബ്രഹ്മാകാര വൃത്തിയെ താൻ സാധിത്തൽ, വേദാന്താർത്ഥ വിചാരത്തിനാൽ താൻ അടിക്കടി ആ വൃത്തി ചെയ്യുന്നതിനെ തന്നെയാണ് കേട്ടൽ என்பார். ശ്രവണമെന്ന് മഹത്തുക്കൾ പറയുന്നത് ഒത്തുള്ള പൊരുൾ, ശ്രവണത്താൽ സമ്മതിച്ചിട്ടുള്ള പൊരുളിനെ ഊഹത്താൽ അഭേദത്തെ സാധിപ്പതും ഭേദത്തെ ബാധിപ്പതുമായ യുക്തിയാൽ ഉജാവൽ ആരായുന്നത് തന്നെ ചിന്തിത്തൽ என்பார் മനനമെന്ന് പറയപ്പെടുന്നു. ചിത്തം ഏകാന്തமான தெரிசனம், ചിത്തം ബ്രഹ്മാകാരം മാത്രമായി നിൽക്കുന്ന അനുഭവത്തിന് തെളിതൽ என்பார் നിധിധ്യാസനം എന്ന് പറയപ്പെടുന്നു. നിത്യം, ദിവസേന ഇപ്പടി ചെയ്താക്കാൽ, ഇപ്രകാരം ശ്രവണാദികളെ അനുഷ്ഠിച്ചു വരികയാണെങ്കിൽ നീ നിർവാണം പെറുവായി. ആ അജ്ഞാനാദി പ്രതിബന്ധങ്ങൾ നീങ്ങി നീ മോക്ഷമടയും നിശ്ചയം. തത്വ അനുഭവം എന്ന് പറയുന്നത് ഈ ബ്രഹ്മാകാര വൃത്തിയെ വേദാന്താർത്ഥ വിചാരത്തിനാൽ താൻ അടിക്കടി ആ വൃത്തി ചെയ്യുന്നതിനെ തന്നെയാണ് ശ്രവണം എന്ന് പറയുന്നത്. നിങ്ങളുടെ ശ്രവണം കൊണ്ടുള്ള പ്രയോജനം എന്താണെന്ന് ചോദിച്ചാൽ ബ്രഹ്മാകാര വൃത്തിയെ ഉണ്ടാക്കാൻ നമ്മൾ പറയും.
ബ്രഹ്മാകാര വൃത്തിയെ ഉണ്ടാക്കാനാണ് ശ്രവണം ചെയ്യേണ്ടത്. ഒരു ശ്രവണം എന്ന് പറഞ്ഞാൽ ഇതല്ല, തത്വമസ്യാദി മഹാവാക്യത്തിനെയാണ് ആ ശ്രവണമായിട്ട് പറഞ്ഞിരിക്കുന്നത്. ആ ശ്രവണം കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? ഈ ബ്രഹ്മാകാര വൃത്തിയെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കും. ഇനി അതിനൊന്നുകൂടെ സിംപ്ലിഫൈ ചെയ്യണമെങ്കിൽ സത്വഗുണത്തിൽ നിൽക്കും. എപ്പോഴും മനസ്സെപ്പോഴും സത്വഗുണത്തിൽ കൊണ്ട് നിർത്തും. എപ്പോഴും സത്വഗുണം എന്ന് വെച്ചാൽ അഖണ്ഡമാണ്, അതാണ് ബ്രഹ്മാകാരമാണെന്ന് പറഞ്ഞത്. രജഗുണം തമഗുണങ്ങൾ വെച്ചാൽ ഖണ്ഡമാണ്, അത് ഈ പറഞ്ഞതൊക്കെ ഖണ്ഡാകാര വൃത്തിയിൽ നിൽക്കും. ഇത് അഖണ്ഡാകാരമായിട്ട്, മനസ്സ് അഖണ്ഡാകാരമായി എന്ന് പറഞ്ഞു. എപ്പോഴും ഈ അഖണ്ഡാകാര വൃത്തിയെ ഉണ്ടാക്കുന്നതിനെയാണ് ശ്രവണം എന്ന് പറയുന്നത്. രണ്ടാം സ്വാമി പറയുന്നു, മഹത്തുക്കൾ പറയുന്നു, ഒത്തുള്ള പൊരുൾ ഊഹത്താൽ, ശ്രവണത്താൽ സംബന്ധിച്ചിട്ടുള്ള പൊരുളിനെ ഊഹത്താൽ അഭേദത്തെ സാധിപ്പതും ഭേദത്തെ ബാധിപ്പതുമായ യുക്തിയാൽ, യുക്തിയാൽ ഉജാവൽ ആരായുന്നത് ചിന്തിത്തലെൻപ, അഭേദത്തെ സാധിപ്പതും ഭേദത്തെ ബാധിപ്പതുമായിരിക്കുന്ന യുക്തിയാൽ എന്ന് പറയും. ഒരു ഉദാഹരണം പറയണില്ല. വാസ്തവത്തിൽ ഈ ജീവനും ഈശ്വരനും ഒന്നാണ്. എങ്ങനെയാണ്? അതിന് ഭേദമായിരുന്ന ഉപാധികളെ നീക്കി ആ ഭേദത്തെ ബാധിക്കുകയാണ് ചെയ്യുകയാണ്. എന്നാൽ അഭേദമായിരിക്കുന്നു ആ ചൈതന്യ വിശേഷം. അത് ഈശ്വരനും ജീവനും ഒന്ന് തന്നെയാണ്. ഇതിനെയാണ് പറഞ്ഞത്. അഭേദത്തെ ബാധിപ്പതും ഭേദത്തെ സാധിപ്പതുമായ യുക്തിയാൽ ഇരിക്കുന്നതിനാണ് ഉജാവൽ എന്ന് പറയുന്നത്, ചിന്തിത്തൽ എൻപാ. ഇതിനെ മനനം എന്ന് പറയുന്നു. ചിത്തം ഏകാന്തമാന തെരിച്ചനം, ചിത്തം ബ്രഹ്മാകാരമായി നിൽക്കുന്ന അനുഭവത്തിന്, ചിത്തം ബ്രഹ്മാകാരമായി നിൽക്കുന്ന അനുഭവത്തിന് തെളിതലെൻപാ. ഇതിനാണ് തെളിതൽ എന്ന് വെച്ചാൽ നിധിധ്യാസനം എന്നാണ്. തമിഴിൽ തെളിതൽ എന്ന് വെച്ചാൽ നിധിധ്യാസം. തെളിതലെൻപാ ഇത് പറയുന്നു. നിത്തം ദിവസേന ഇപ്പടി ചെയ്താൽ, ഇപ്രകാരം ശ്രവണങ്ങളെ അനുഷ്ഠിച്ചു വരികയാണെങ്കിൽ നീ നിശ്ചയമായും നിർവാണം നിർവായി ഈ അജ്ഞാനാദി പ്രതിബന്ധങ്ങളെ നീങ്ങി നീ മോക്ഷമടയും. നിശ്ചയത്തോടെ നിശ്ചയമായും നീ അടയും. ഇനി പറയുന്നു, സ്വാമി കുറച്ചൊരു നോട്ട് ഇവിടെ തന്നിട്ടുണ്ട് നമുക്ക്, കേട്ടോ? അതോടെ വായിക്കും. വിവേകം എന്ന് പറയുന്നത് മോക്ഷം ജ്ഞാനത്താൽ നിയമമായി ഉണ്ടാകും. ഇതാണ് സിദ്ധാന്തപക്ഷം. മോക്ഷം ജ്ഞാനത്താൽ നിയമമായി ഉണ്ടാകും. ആ ജ്ഞാനം ശ്രവണത്താൽ ഉണ്ടാകുന്നതാകുന്നു. വിവേകത്തെ പറയാം, മോക്ഷം ജ്ഞാനത്താൽ നിയമമായി ഉണ്ടാകും. ഇതാണ് സിദ്ധാന്തപക്ഷം. ആ ജ്ഞാനം ശ്രവണത്താൽ ഉണ്ടാകുന്നതാകുന്നു. ഇത് അർത്ഥം മനസ്സിലായ? കേവല ശ്രവണം കൊണ്ട് തന്നെ ജ്ഞാനം ഉണ്ടാവുന്നതാണ്. ശ്രവണം എന്താണ്? യഥാർത്ഥത്തിൽ വിവേകമാണ്. വിവേകമാണെന്ന് വെച്ചാൽ നീ കാണപ്പെടുന്ന കാര്യങ്ങളൊന്നും ആത്മാവല്ല, നിന്നാൽ അറിയപ്പെടുന്നതൊന്നും ആത്മാവല്ല. പിന്നെ ആത്മാവ് എങ്ങനെ ഇരിക്കുന്നു? ഇതിന് ആധാരമായും അധിഷ്ഠാനമായും ഇരിക്കുകയാണ്. ഇത് നമ്മുടെ നിത്യാനുഭവമാണ്. ഈ അനുഭവത്തെ മറന്ന് ഇതിലിങ്ങനെ മയങ്ങി നിൽക്കുന്നതാണ് ജ്ഞാനം. വാസ്തവത്തിൽ അതല്ലേ? ആരാണ് കണ്ടത്? രമണ ഭഗവാൻ ഉടനെ തന്നെ എന്നെ ട്വിസ്റ്റ് ചെയ്തു. ആരാണ് ഈ കാണുന്നത്? കടലിലൂടെ ആരാണ് കാണുന്നത്? ആരാണ് കേൾക്കുന്നത്? തിരിച്ചിതിനെ ഒന്ന് ചിന്തിച്ച് അതിലോട്ട് അതിനെ ഇൻവേർഡ് ആവുകയെന്ന് വെച്ചാൽ അത് ഉള്ളിലോട്ട് അന്തർമുഖമാക്കിയപ്പോൾ എന്ത് പറ്റി? ഇതെല്ലാം അഴിഞ്ഞു. ഈ ലോകം ഇതിൽ അഴിഞ്ഞു. അതിൽ ചേർന്നതൊന്നുമില്ല, അങ്ങനെ ചേരാനും പറ്റില്ല. പക്ഷെ ആ ഒരു ഇരുപ്പ് അഖണ്ഡാകാര വൃത്തിയാണ്. ഇത് ജ്ഞാനത്തിലേക്ക് കൊണ്ടുപോവുകയാണ് നമ്മൾ. അടുത്ത ക്ഷണത്തിൽ നിർവേപ്പ സമാധിയിൽ വരും. തന്നിൽ ചേരാനും പറ്റുള്ളത് അങ്ങനെ ഒരു സംഭവം ഇതിലില്ല. പക്ഷെ ഇതിന്റെ യുക്തിയാണ്. യുക്തികൾ പറയണം, അല്ലാതെ ഒരു വഴിയും ഇല്ല. നമുക്ക് തന്നെ അറിയാം, ഇത് കാണുകയും കേൾക്കുകയും അനുഭവിക്കുകയും ചെയ്യുന്ന കാര്യങ്ങൾ എങ്ങനെ ഞാനാകും? ആത്മാവെന്ന് പറഞ്ഞാൽ ഇതിനെ എല്ലാത്തിനും കേവല സാക്ഷിയായിട്ടിരിക്കുന്നു എന്നൊരു പറഞ്ഞു കഴിഞ്ഞു അല്ലേ? അങ്ങനെയാണെങ്കിൽ ആ സാക്ഷി രൂപമായിട്ടിരിക്കുന്നതിന് അറിയണ്ട, അതറിയാൻ പറ്റില്ല.
ഇതിനെല്ലാം വിടർത്തി നിൽക്കുന്ന നില തന്നെ സാക്ഷിയിലുണ്ട്. ഇതിനെ വിടർത്തുക എന്ന് വെച്ചാൽ ഇത് കാണാതിരിക്കുക എന്നല്ല അർത്ഥം. ഇത് സംബന്ധിച്ച് മനസ്സ് വ്യവഹരിക്കാതിരിക്കുന്ന നിലയാണ് ഇതിനെ വിടർത്തുക പറഞ്ഞതിൻ്റെ അർത്ഥം. ഏതെങ്കിലും കാര്യവുമായിട്ട് മനസ്സ് അതിന്റെ സത്വഗുണത്തെ വിടുന്ന വിധത്തിൽ, അതാണ് ജ്ഞാനത്തെ ഭംഗിക്കുന്ന വിധത്തിൽ നിൽക്കുകയാണെങ്കിൽ അതിനെ ഉപേക്ഷിക്കണം. വൃത്തികൾ ഉണ്ടാവുന്നത്, വൃത്തികൾ എന്ന് പറഞ്ഞാൽ രാഗദ്വേഷ മതമത്സരങ്ങളെ വൃത്തികൾ. ഈ വൃത്തികൾ ഇതിൽ ഉണ്ടാവാതിരുന്നാൽ മാത്രം മതി താൻ ബ്രഹ്മാകാരമായിട്ടിരിക്കുക. അത് കൂടിയ ശീഘ്രം ആദ്യം ജീവൻമുക്തിയും പിന്നീട് അത് വിദേഹമുക്തിയും തരും. പറഞ്ഞതിന്റെ അർത്ഥമാണ്. അപ്പൊ പറഞ്ഞു, യുക്തിയാൽ ഉജാവൽ ആരായുന്നത് തന്നെ ചിന്തിത്തലെൻപ മനനം എന്ന് പറയപ്പെടുന്നു. ചിത്തം ഏകാന്തമായ ദർശനം, ചിത്തം ബ്രഹ്മാകാരം മാത്രമായി നിൽക്കുന്ന അനുഭവത്തിനെ തെളിതലെൻപ. ഇതിനാണ് നിധിധ്യാസനം എന്ന് പറയപ്പെടുന്നത്. നിത്യവും ദിവസേന ഇപ്പഴി ചെയ്താക്കാൽ ഇപ്രകാരം ശ്രവണാദികളെ അനുഷ്ഠിച്ചു വരികയാണെങ്കിൽ നിർവാണം പെറുവായി ആ അജ്ഞാനാദി പ്രതിബന്ധങ്ങൾ നീങ്ങി നീ മോക്ഷമടയും നിശ്ചയം എന്ന് പറഞ്ഞാണ് ഈ 93-ാമത്തെ പദ്യം അല്ലേ ബ്രോ? 92-ാമത്തെ പദ്യം. അപ്പൊ ഇതാണ് പറഞ്ഞത്. ഇത് ഞാൻ മാത്രം പറയാതെ നിങ്ങളിവിടെ പറയും. കൃഷ്ണൻ ഒന്ന് പറയാം, എന്താണ് ഇത് മനസ്സിലാക്കിയത്? അറിയത്തക്കുറിപ്പോടെ പറഞ്ഞാലേ ഇതൊരു ഇതാവുള്ളൂ. ഇത് സ്വാമി നല്ല ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് പറഞ്ഞു പോവുകയാണ്. തന്നെ അറിയാതിരിക്കുന്നതാണല്ലോ അജ്ഞാനം അല്ലേ? ആ തന്നെ എങ്ങനെയാണ് അറിയേണ്ടതെന്ന് ചോദിച്ചാൽ ആ ബ്രഹ്മാകാര വൃത്തി ഇതിൽ ഉണ്ടാവണം. ശ്രവണം കൊണ്ടുള്ള പ്രയോജനം ബ്രഹ്മാകാര വൃത്തിയെ ഉണ്ടാക്കലാണ്. പണ്ടിങ്ങനെ ക്ലാസ്സിൽ സ്വാമി ഇങ്ങനെ പറയും, ബ്രഹ്മാകാര വൃത്തി ഉണ്ടാക്കാനാണ് ശ്രവണം ചെയ്യേണ്ടതെന്ന് പറയും. എന്താണ് സാർ ബ്രഹ്മാകാര വൃത്തി? മനസ്സിന്റെ രജോഗുണ തമോഗുണം നീങ്ങി മനസ്സ് സത്വഗുണമായിട്ട് നിർത്താനുള്ള പരിശ്രമത്തിനെയാണ് പറഞ്ഞത് ബ്രഹ്മാകാരം. പറയുമ്പോൾ പല ടൈംസിലാണ് ഇത് പറയുന്നത്. പക്ഷെ പറയുന്ന ഒരു കാര്യമാണ്, മനസ്സ് എപ്പോഴാ സത്വഗുണ പരിണാമത്തിലേക്ക്, അതല്ലേ പറഞ്ഞു ഇതെല്ലാം വിശാവാസ്യം ഇതും സർവ്വ ആ സത്വഗുണത്തിൽ മനസ്സ് കൊണ്ടുവരാനുള്ള യുക്തികളാണ്, യുക്തി പ്രസ്താവനകളാണ്. കാരണം ഇതെല്ലാം ഈശാവാസ്യമാണ്, സർവത്ര ഈശ്വരമയമായിട്ടിരിക്കുന്നു. ഇതിൽ നമ്മൾ ഭേദത്തെ കാണണ്ട. ഭേദം കാണുമ്പോഴാണല്ലോ അതിൽ ഈ പറഞ്ഞ രാഗദ്വേഷ മതമത്സരങ്ങൾ ഉണ്ടാവാൻ തന്നെ തുടങ്ങുന്നത്. അല്ലേ സർ? സർ ഞാനും സാറുമായിട്ട് രണ്ടെന്ന് വന്നാൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ട് അല്ലേ? അതിൽ നിന്നാണ് ഭയം ഉണ്ടാവുന്നത്. ആദ്യം ഉണ്ടാവുന്ന ഭയമാണ്. ദ്വയാദ്വയെ ഭയം ഭവതി, ആദ്യ ഭയം. പിന്നെ ആ ഭയത്തിൽ നിന്നാണ് ഈ രാഗദ്വേഷ മതമത്സരങ്ങൾ ഉണ്ടാവുന്നത് പിന്നീട്. ഇതാണ്. അപ്പൊ രണ്ടെന്ന് വന്നാൽ ഉണ്ടായൊരിണ്ടൽ ബദം ഇണ്ടാവതല്ല മമ, ഒന്നായി നിന്നയിക രണ്ടെന്ന് കണ്ട അളവിൽ ഉണ്ടായൊരിണ്ടൽ ബദ ഇണ്ടാവതല്ല മമ. ഇത് എഴുത്തച്ഛന് തുടക്കത്തിൽ തന്നെ പറഞ്ഞു വെച്ചിരിക്കുന്നു. രണ്ടെന്ന് വരുന്നതാണ് എല്ലാ കുഴപ്പങ്ങൾക്കും കാരണം. ഈ അഖണ്ഡാകാരം നീങ്ങിപ്പോയി നിൽക്കുന്ന നിലയാണത്. അവർ പറയുന്നത് എല്ലാം ഒന്നാണ്. സർവം ഖലു ഇതം ബ്രഹ്മ. ഈ രൂപത്തിൽ നമ്മൾ ഭാവിക്കാനും വേണ്ട. താൻ ആ ശിവോഹം ഭാവനയിൽ അങ്ങനെ നിന്നാ മതി. അപ്പൊ അന്യമൊന്നുമില്ലാതെ എല്ലാം ബ്രഹ്മമയമായിട്ട് തന്നെ ഇരിക്കും. എന്നുവെച്ചാൽ തന്നെ ബാധിക്കുന്നില്ല, തന്നെ അത് ഉപദ്രവിക്കുന്നില്ല. അപ്പൊ ഇങ്ങനെ എത്ര സമയം നിൽക്കുമോ അതനുസരിച്ച് ഈ നിർവികൽപ്പ സമാധി ഇതിൽ വന്നിട്ട് പോകും. അങ്ങനെ ധാരാളം നിർവികൽപ്പ സമാധികൾ നമ്മൾ ഉണ്ടാക്കണം. ഒരു സമാധി കൊണ്ടൊന്നും പരിപൂർണമായി ഇത് എരിഞ്ഞു പോകില്ല. അതുകൊണ്ടാണ് ജീവൻ മുക്തി അടഞ്ഞ മഹത്തുക്കള് ആശ്രമങ്ങളിലൊക്കെ ഇരുന്ന് ശിഷ്യന്മാർക്ക് എന്നോണം ഉപദേശിക്കുന്നത്. അവർ വാസ്തവത്തിൽ അവരുടെ ജോലിയാണ് ചെയ്യുന്നത്. അവർ ഈ അജ്ഞാന സന്ദേഹ വിപരീതങ്ങളെ ശ്രവണമല്ല നിത്യാസനങ്ങൾ ചെയ്ത് മാറ്റിക്കൊണ്ടിരിക്കുന്ന പരിപാടിയാണ് അവർ ചെയ്യുന്നത്. പക്ഷെ അത് ശിഷ്യന്മാർക്ക് ഉപദേശിക്കും പോലെ ശിഷ്യന്മാർക്ക് ഫീലാവും. അങ്ങനത്തെ എല്ലാവരും അവരവരുടെ കാര്യങ്ങളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പിന്നെ അവരാ നിഷ്ഠയെന്ന് മാറില്ല.
സ്ഥിരം അങ്ങനെ തന്നെ പോയിക്കോളും. ഗുരുദേവന് എത്രയോ കാലം മണ്ണൂരിൽ അവിടെ ഇരുന്നു. പ്രാരബ്ധ ശരീരം പോകുന്നത് വരെയും അതേ ജ്ഞാനത്തെ ഉപദേശിച്ചും പറഞ്ഞും പാടിയും വരുന്നവർക്കെല്ലാം ഭക്ഷണം വെച്ച് വിളമ്പി പിന്നെ കഴിഞ്ഞില്ല. അവർക്ക് അതിൻ്റെയൊക്കെ ആവശ്യമുണ്ടോ? ഈ അജ്ഞാനസന്ധയ വിപരീതങ്ങളിൽ തടസ്സമിരിക്കുകയാണ്, പ്രാരബ്ധം അവശേഷിക്കുന്ന അവർ ഇരിക്കുകയാണ്. അതുകൊണ്ട് ഇങ്ങനെ ചെയ്ത് നിന്നാൽ മാത്രമേ ഇത് മാറുള്ളൂ. ഇത് കണ്ടിട്ടല്ലേ ചിന്മയ സ്വാമികൾ പറഞ്ഞത്, നിങ്ങൾ വീട്ടിലൊക്കെ പോയി കാര്യങ്ങളൊക്കെ ചെയ്തോളൂ, എല്ലാം ചെയ്തോളൂ, പക്ഷേ ഒരു ദിവസമെങ്കിലും നിങ്ങൾ ഇവിടെ വന്ന് കൃത്യമായിട്ട് ഇതിൽ തന്നെ ആ ബ്രഹ്മാകാര വൃത്തിയിൽ ഇരിക്കാൻ പറഞ്ഞു. ഇതിനാണ് ബ്രഹ്മാകാര വൃത്തിയിൽ ഇരിക്കുന്നതിനാണ് ആത്മഹത്യ വരിക എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം. ഇപ്പോഴും ആ ഈശ്വരപരമായിട്ടുള്ള ജീവിക്കുന്ന ആളുകളെ കാണുക, അവരുമായിട്ട് സംഭാഷണങ്ങൾ ചെയ്യുക, മനസ്സിലായി സാർ. പിന്നെ ഇതുപോലെ ആ ആശ്രമത്തിലെ പൂജ ഇതെല്ലാം ഇണക്കി വെച്ചിരിക്കുകയാണ് ഇതിനകത്ത് സ്വാമി. ഇതിനാണ് നമുക്ക് ദേവസ്വന്മാരായി നമുക്ക് ആക്ച്വലി ഒരു ദിവസമെങ്കിലും വന്ന് ഇതുപോലെ ആ പൂർണ്ണമായും അർപ്പണത്തോടുകൂടി ഇവിടെ കഴിയാൻ സാധിച്ചാൽ, സ്വാമിക്കറിയാം പതുക്കെ പതുക്കെ കാക്ക മുട്ടയെടുക്കും പോലെ പറഞ്ഞില്ലേ, അതുപോലെ ഇത് സാധ്യമായി വരും. കഴിവ് ഉള്ളതുപോലെയല്ലേ പറ്റുന്നത്. കാക്കയ്ക്ക് കടൽ വെള്ളം കോരി ഒഴിച്ച് മുട്ടയെടുക്കാൻ പറ്റുമോ? പക്ഷെ കാക്ക അതിനറിയാവുന്ന വിധത്തിൽ അത് പരിശ്രമിച്ചു എന്ന് മാത്രമേ അർത്ഥമുള്ളൂ. എല്ലാവരും അവരവർക്ക് കഴിയുന്ന വിധത്തിലുള്ള പരിശ്രമം ഇതിൽ വേണം. അത് എങ്ങനെ കൃത്യമായിരിക്കണം, വൈരാഗ്യത്തോടു കൂടിയായിരിക്കും. ഇത്ര മാത്രമേ ഉള്ളൂ ഇതിൽ. അല്ലാതെ വേറെ ഒന്നും ശ്രുതിയും ആവശ്യപ്പെടുന്നില്ല. പ്രാരബ്ധമല്ലേ, മറ്റേ പ്രാരബ്ധം തിരിക്കുകയില്ല. പ്രാരബ്ധമൊക്കെ അനുഭവിച്ച് തീരുമ്പോൾ ഈ ശരീരം പോകും. ഈ ശരീരം പ്രാരബ്ധ ശരീരം എന്നാണ് ഇതിന്റെ പേര്. ഏതുവരെ ഇരിക്കും? നമ്മൾ അനുഭവിക്കാനുള്ള കർമ്മങ്ങളെല്ലാം അനുഭവിച്ച് തീരുമ്പോൾ ഈ ശരീരം പോകും. അതിന് എത്ര മരുന്ന് കൊടുത്താലും നിൽക്കില്ല. അങ്ങനെയാണ്. അപ്പൊ ഈ രൂപത്തിലാണ് ഇത് പറഞ്ഞു പോകുന്നത്. മോക്ഷം ജ്ഞാനത്തിനാൽ നിയമമായി ഉണ്ടാകും, ഇതാണ് സിദ്ധാന്തപക്ഷം. ആ ജ്ഞാനം ശ്രവണത്താൽ ഉണ്ടാകുന്നതാകുന്നു. ശ്രവണം 2 പ്രകാരമുണ്ട്. ഒന്ന് വേദാന്ത വാക്യത്തിനും ശ്രോത്രത്തിനുമുള്ള സംബന്ധം സംയോഗ രൂപം, മറ്റൊന്ന് വേദാന്ത വാക്യത്തിന്റെ വിചാര രൂപം. ജ്ഞാനത്തിന് ഹേതുവായ പ്രഥമ ശ്രവണം രണ്ടാമത്തതല്ല. എന്തെന്നാൽ ശബ്ദജന്യ ജ്ഞാനത്തിൽ ഇന്ദ്രിയത്തോട് ശബ്ദത്തിന്റെ സംയോഗമാണ് സർവത്ര ഹേതുവാകുന്നത്. അതിനാൽ വേദാന്ത വാക്യത്തിനും ശ്രോത്രേന്ദ്രിയത്തിനുമുള്ളതായ സംയോഗ രൂപമായ ശ്രവണം ബ്രഹ്മജ്ഞാനത്തിന് ഹേതുവാകുന്നു. സ്വാമി പറഞ്ഞ് ഞാൻ കേട്ടുള്ള ഇങ്ങനെയാണ്. ഈ ജ്ഞാനമെന്ന് പറയുന്നത് നമ്മൾ വിചാരിക്കും എത്രയോ കാലം ഇങ്ങനെ ചെയ്ത് വരുമ്പോൾ ഉണ്ടാവുന്നതാണ്. അങ്ങനെയല്ല. ജ്ഞാനത്തെ പറ്റി പറയുന്ന ആക്കർക്കും അന്നേരം അമ്പ് വീഴും അന്നേരം. അതായത് ആ ഗുരുനാഥൻ ആ ശ്രവണം കൊടുക്കാൻ ആരംഭിക്കുമ്പോൾ തന്നെ ആ ജ്ഞാനം അവിടെ ഉണ്ടാവും. പക്ഷെ ആ ഗുരുനാഥൻ ആ ശ്രവണം കൊടുക്കുന്നത് എപ്പോഴാണ് സാർ? ഇവൻ നല്ല പക്വനാണെന്നറിയണം. പക്വനാണ്. ഇവന്റെ എല്ലാ പദമത്സരങ്ങളെല്ലാം കെട്ടടങ്ങി പരിശുദ്ധമായിരിക്കുന്ന ഒരു മനസ്സിന്റെ ഉടമയായിട്ട് ഇവൻ നിൽക്കുന്ന ഒരു സമയത്താണ് ഇത് കൊടുക്കുന്നത്. പറഞ്ഞു തീരുന്ന അനുഭവം വരും. അങ്ങനെയല്ലേ മറ്റേ കഥ. അയാള് എത്രയോ ആ സ്വാമിയുടെ ആട്ടും തുപ്പും ഒക്കെ കണ്ടിട്ട് ഒരാൾ കഴിഞ്ഞെന്ന് പറഞ്ഞില്ലേ സാർ ഒരു കഥ. അവസാനം മോനെ നീങ്ങി വാ, എനിക്ക് ഞാൻ ജ്ഞാനം ഉപദേശിക്കാന്ന് പറഞ്ഞ് വിളിച്ചു. ആ ജ്ഞാനം ഉപദേശിച്ചു. അപ്പം തന്നെ അയാൾക്ക് ഭരിച്ചു. ഇതാണ് ജ്ഞാനം എന്ന് പറയുന്നത്. നിരന്തരമായി ഇങ്ങനെ കേട്ടും കണ്ടും അങ്ങനെയല്ല ജ്ഞാനം ഉണ്ടാവുള്ളൂ. ജ്ഞാനം ആ വിവേകം പരിപൂർണമായ ജ്ഞാനം അതിൽ ഉണ്ടായി എന്നർത്ഥം. സ്തോത്രത്തിനും ശബ്ദത്തിനുമുള്ള സംയോഗ സംബന്ധം ഇതാണ് ശരിക്കും പ്രഥമം എന്ന് പറയുന്നത്. രണ്ടാമത്തതാണ് മറ്റത്. അതായത് സർവത്ര ഹേതുവാകുന്നത്. അതിനാൽ വേദാന്ത വാക്യത്തിനും ശ്രോതേന്ദ്രത്തിനുമുള്ളതായ സംയോഗ രൂപമായ ശ്രവണം ബ്രഹ്മജ്ഞാനത്തിന് ഹേതുവാകുന്നു. അവാന്തരവാക്യത്തിന്റെ ശ്രവണം പരോക്ഷജ്ഞാനത്തിന് ഹേതുവാകുന്നു. എന്നാൽ മറ്റത് പരോക്ഷജ്ഞാനമാണ്. എല്ലാവർക്കും ഉള്ളത് പരോക്ഷജ്ഞാനമാണ്. ഇവിടെ അപരോക്ഷ ജ്ഞാനത്തെയാണ് നമ്മൾ പറയുന്നത് സ്തോത്രത്തിനും വാക്യത്തിനുമുള്ള സംബന്ധം. അപ്പോൾ തന്നെ നമ്മുടെ രമണ മഹർഷിയെ പറ്റി പറയുന്ന നെച്ചൂർ സ്വാമി പറയുന്നത് വാഴത്തടയിൽ തീ കൊളുത്ത പോലെയാണ്.
വിറകിൽ തീ കൊളുത്തുന്ന പോലെ പെട്രോളിൽ തീ കൊളുത്തുന്ന പോലെ വ്യത്യാസം പറഞ്ഞു. പെട്രോളിലേക്ക് തീ ഇങ്ങനെ ഒരയ്ക്കുന്ന പേരെ പെട്രോൾ കത്തി പിടിക്കാനായിരിക്കും. ഇതുപോലെയാണ് ആ ഉത്തമ അധികാരികൾക്ക് ജ്ഞാനം ഇതിൽ ഉണ്ടാവുന്നത്. വാഴത്തടയിൽ തീ പിടിക്കില്ല, തമ്മിടിക്കായിരിക്കും. അപ്പൊ അതൊക്കെ ഇങ്ങനെ ചൂടായി ഏതെങ്കിലും ഒരു കാലത്തൊക്കെ അത് കത്തും. ഈ വ്യത്യാസമാണ്. ഈ ജ്ഞാനത്തിന്റെ പരിപൂർണ അധികാരികൾ എന്ന് പറയുമ്പോൾ അത് ഗുരുക്കന്മാർക്ക് മാത്രമേ അറിയാൻ പറ്റുള്ളൂ. അവരെ കാണുമ്പോൾ തന്നെ അവർക്ക് അതറിയാം. നെച്ചൂർസ്വാമിയുടെ ഒരു കഥ കേട്ടിട്ടില്ലേ? പിന്നെ ഒരു ബീഡി തെറുപ്പുകാരൻ, അത് പേര് ഞാൻ മറന്നു. അപ്പൊ അയാള് ഇങ്ങനെ വീട് നിർത്തി ഇങ്ങനെ കഴിയുന്ന സമയത്താണ് സ്വാമിയുടെ ഒരു ഉത്തമ ഭക്തൻ പിന്നെ ഇദ്ദേഹത്തിന് വിളിച്ചോണ്ട് ഒരു പ്രാവശ്യം അവിടെ ചെല്ലുന്നത്. അവിടെ ചെന്ന് കണ്ടപ്പോൾ തന്നെ സ്വാമി പറഞ്ഞു, നിങ്ങളിക്ക് വരുമെന്ന് പറഞ്ഞു. അപ്പൊ കൊണ്ടുപോയ ആളിനെ അല്ല വിളിച്ചത്, വിളിച്ചോണ്ട് വന്ന ആളിനെ വിളിച്ചു. അപ്പൊ അദ്ദേഹത്തിന് തോന്നി, എന്നെ വിളിക്കാൻ സ്വാമി ഞാൻ കൊണ്ടുവന്ന ആളിനെ എന്തിനു വിളിച്ചത് സംശയം. എന്നാലും പോട്ടെ, അവർക്കൊണ്ടുപോയി ഉപദേശിച്ചു. അയാൾ പറഞ്ഞു കറക്റ്റ്, അവർക്കറിയാം. ഇത് എത്രയോ കാലമായിട്ട് അവിടെ ബന്ധപ്പെട്ടിരിക്കുന്ന ആളുണ്ട്. അവിടെ പുള്ളിയെ വിളിച്ചില്ല. ആ സാധനങ്ങൾ തികഞ്ഞ ഒരു നില എന്ന് പറയുന്നത് അയാൾ വെറും വീട് തെറുപ്പുകാരനാണ്. ചെയ്യുന്ന ജോലി അയാൾ പിന്നീട് പറയുന്നത്, ജ്ഞാനം ഉണ്ടായതിനു ശേഷം 2 കടകൂടെ ഇട്ടത്, 2 വീടി കടകൂടെ ഇട്ട്. ഇതൊന്നുമല്ല കാര്യം. ധാരണ അതില് മുളച്ചു വന്നു. അതിനെന്ത് ചെയ്തു സാർ? നിരന്തരം ആ ശിവോഹം ഭാവന ചെയ്തു. ഞാൻ ശിവനാണ്. ഓരോ പ്രാണനിലും ആ ശിവോഹത്തെ അദ്ദേഹം ബന്ധിപ്പിച്ചു. ഊണിലും ഉറക്കത്തിലും ഞാൻ ശിവനാണ്, ഞാൻ അഹം ശിവോഹം 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 എന്ന പ്രാണനിലൂടെ ഇതിനെ കണക്ട് ചെയ്ത് അദ്ദേഹം അജപാജപമാക്കി ജപിച്ചു പറഞ്ഞു തരുന്ന ജ്ഞാനത്തിലേക്ക് പോയെന്നാണ്. സ്വാമി എഴുതിയിരിക്കുന്ന ബാക്കിയുടെ വായിക്കുകയാണ്. വിപരീത ഭാവനകൾ ഉണ്ടാകുന്നെങ്കിൽ അവനാൽ 2ാമതായ ശ്രവണവും മനന നിധിധ്യാസനങ്ങളും ചെയ്യേണ്ടതായിരിക്കുന്നു. അവാന്തരവാക്യത്തിന്റെ ശ്രവണം പരോക്ഷ ജ്ഞാനത്തിന് ഹേതുവാകുന്നു. മഹാവാക്യത്തിന്റെ ശ്രവണം അപരോക്ഷ ജ്ഞാനത്തിന് ഹേതുവാകുന്നു. മഹാവാക്യത്തിൽ ശ്രവണം അപരോക്ഷ ജ്ഞാനത്തിന് ഹേതു. ഒരുവന് ജ്ഞാനം ഉദയമായാലും അസംഭാവന വിപരീത ഭാവനകൾ ഉണ്ടാകുന്നെങ്കിൽ അവന് 2ാമതായ ശ്രവണവും മനന നിധിധ്യാസനങ്ങളും ചെയ്യേണ്ടതായിരിക്കുന്നു. ഇത് 2ാമതെന്ന് പറയണ എപ്പോഴെന്ന് വെച്ചാല് ആ ഉപദേശം വന്നതിന് ശേഷവും ജ്ഞാനം ഫലിച്ചില്ല. അപ്പൊ അത് പരോക്ഷമായിട്ടിരിക്കും, അതിന് അപരോക്ഷമായില്ല എന്നാണ് അർത്ഥം. അവരെ സംബന്ധിച്ച് പറയണമെങ്കിൽ വീണ്ടും ശ്രവണ മനന നിധിധ്യാസനങ്ങൾ ചെയ്യേണ്ടതായിരിക്കുന്നു. വേദാന്ത വാക്യത്തിന്റെ വിചാരരൂപമായ ശ്രവണത്താൽ വേദാന്ത വാക്യത്തിന്റെ അസംഭാവന നിവർത്തിക്കുന്നു. സംശയത്തെയാണ് അസംഭാവന എന്ന് പറയുന്നത്. വേദാന്ത വാക്യം ബ്രഹ്മത്തെ പ്രതിപാദിക്കുന്നുവോ അഥവാ അന്യത്തെ പ്രതിപാദിക്കുന്നുവോ എന്നുണ്ടാകുന്ന സംശയമാണ് വേദാന്ത വാക്യത്തിന്റെ അസംഭാവനയാകുന്നത്. അത് അതിന്റെ വിചാരത്തിനാൽ നിവർത്തിക്കുന്നു. മനനത്തിനാൽ പ്രമേയത്തിന്റെ അസംഭാവന നിവർത്തിക്കുന്നു. ജീവബ്രഹ്മങ്ങളുടെ ഏകത്വം വേദാന്തത്തിന്റെ പ്രമേയം എന്ന് പറയുന്നു. ഏകത്വം സത്യമോ അഥവാ ജീവബ്രഹ്മങ്ങളുടെ ഭേദം സത്യമോ എന്നിങ്ങനെ ഉണ്ടാകുന്ന സംശയം പ്രമേയ അസംഭാവന എന്ന് പറയും. അത് മനനത്തിൽ നിവർത്തിക്കും, മനനത്തിനാൽ നിവർത്തിക്കും. വിപരീത ഭാവന നിധിധ്യാസത്താൽ നിവർത്തിക്കും. ഇങ്ങനെ ഇരിക്കുന്നതിനാൽ പ്രഥമ ശ്രവണം ജ്ഞാനവഴിയായി മോക്ഷത്തിന് ഹേതുവായിരിക്കുന്നു. വിചാരരൂപ ശ്രവണവും മനന നിധിധ്യാസനങ്ങളും അസംഭാവന വിപരീത ഭാവന ഇവകളെ നിവർത്തിക്കുന്ന വഴിയായി മോക്ഷത്തിന് ഹേതുവായിരിക്കുന്നു. മറ്റൊന്നും പതുക്കെ ഈ അസംഭാവന വിപരീത ഭാവനകളെ നിവർത്തിച്ച് മോക്ഷത്തിന് തന്നെ ഹേതുവായിരിക്കുകയാണ്. മറ്റത് പരോക്ഷ ജ്ഞാനം അടഞ്ഞിരിക്കുന്നവരാണ് നമ്മളല്ല.
പരോക്ഷ ജ്ഞാനം എന്ന് വെച്ചാൽ ഒരു സംശയമില്ലാതെ ബ്രഹ്മാത്മ ഐക്യ നിശ്ചയം ഉണ്ടായിരിക്കുകയാണ്. എടുത്തു പറയാനൊന്നുമില്ല കേട്ടോ, ധാരണയുണ്ട്. ആ ധാരണയിൽ അങ്ങനെ ഇരിക്കും. പക്ഷെ ആ ധാരണയും പതുക്കെ 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 അതും ഫിൽട്ടർ ചെയ്യും. അതും ഇങ്ങനെ ശോധന പല പല വാക്യങ്ങൾ വെക്കുമ്പോഴും അത് ചെയ്യുമ്പോഴും ഇത് ചെയ്യുമ്പോഴും എല്ലാം ഈ ധാരണയിൽ വീണ്ടും വീണ്ടും ക്ലാരിറ്റി ഉണ്ടായിക്കൊണ്ടിരിക്കും. കൂടുതൽ കൂടുതൽ സ്ഫുടമായി വരും ഈ ധാരണ സ്ഫുടമായ ധാരണ, ധ്യാനം, സമാധി. സമാധി അതിന് മൂന്നാമത്തെ ഇതിലായിട്ടിരിക്കുകയാണ്. ആ ധ്യാനം ഉണ്ടാവും. അതിൽ ധ്യാനമൊക്കെ നമ്മൾ പരിശീലിക്കുന്നതല്ല. ധ്യാനിക്കാൻ പറ്റില്ല ആർക്കും, ധാരണ ഉണ്ടാക്കാൻ പറ്റും. ആ ധാരണയിൽ അങ്ങനെ ഇരിക്കുന്നത് പിന്നീട് ധ്യാനമായും സമാധിയായിട്ടും മാറുകയാണ് ചെയ്യുന്നത്. സമാധി പരിശീലിക്കാൻ പറ്റില്ല. കാരണം ധാരണ എന്ന് വെച്ചാൽ ഈ വിവേകത്തോടു കൂടി ഇതിനെല്ലാം നോക്കിക്കണ്ട് അഭേദമായിട്ട് ഇതിനെ അറിഞ്ഞ് ഒന്നിലും മനസ്സിളകാതെ ആ ശാന്തി കൈവരാതെ മനസ്സ് സത്വഗുണ പ്രധാനമായി നിന്നുകൊണ്ട് ഈ ജ്ഞാനത്തെ നടക്കും. അതിനു വേണ്ടിയിട്ടാണ് സാർ പറയുന്നത്, ഈ ലോക വിഷയങ്ങളെല്ലാം നമ്മൾ മുജ്ജന്മം പഴകിയ വാസന കൊണ്ട് തോന്നുന്നതാണ്. അതിൽ എന്തുകൊണ്ട് ദേഷ്യം തോന്നി? മുജ്ജന്മം പഴകിയ വാസനയാണ്. എന്തുകൊണ്ട്? ഇതെല്ലാ വൃത്തികളും മുജ്ജന്മ വാസനകൾ കൊണ്ട് തോന്നുന്നതാണ്. ഇല്ല, ഈ ലോക വസ്തുക്കളെല്ലാം വാസ്തവത്തിൽ ഇത് ഈശ്വര സൃഷ്ടമാണ്. ഇത് ആർക്കും ഒരു ഉപദ്രവം ചെയ്യുന്നില്ല. ഞാൻ എന്റെ ഈശ്വര സൃഷ്ടിയെ പറ്റി പറയുമ്പോൾ കൃഷ്ണൻ എന്റെ ഒരു ഈശ്വര സൃഷ്ടിയാണ്. കൃഷ്ണൻ എനിക്ക് ഒരു ഹാനിയും വരുത്തില്ല. അതാണ് വേദത്തിന്റെ നിഗമനം. പിന്നെ എന്താണ് സാർ ഈ പ്രശ്നം? നമ്മൾ ഭാവന ചെയ്തുണ്ടാക്കിയ മുജ്ജന്മ വാസനാരൂപമായ ഒരു സംസ്കാരമാണ് ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും അടികൂടും, അല്ലേ സാർ? അതല്ലെങ്കിൽ ഇതിൽ അടികൂടെ എന്തെങ്കിലും ഉണ്ടോ? അവര് തന്നെ പറയുന്നു, എന്റെ ശരീരവും പഞ്ചഭൂതമയം, കൃഷ്ണന്റെ ശരീരവും പഞ്ചഭൂതമയം. ഉള്ളില് അദ്ദേഹത്തിന്റെ ശരീരത്തിലും ഈ പറഞ്ഞ രക്തം, മാംസം, അസ്ഥി, തോല്, ത്വക്ക് ഇതെല്ലാം ഉള്ളത്. എന്തിലും അത് തന്നെയാണ് ഉള്ളത്. വ്യത്യാസമായിട്ട് എന്തെങ്കിലും ഉണ്ടോ സാർ? ഒന്നുമില്ല. വാസ്തവത്തിൽ ഒന്നും ഭേദമില്ലാത്ത ഒന്നിനെയാണ് ഭേദത്തെ തോന്നിപ്പിച്ച് അതില് വിരുദ്ധമായിട്ട് ഉള്ള കാര്യങ്ങൾ ഇതിൽ നടക്കുന്നത്. ഇതിനെയാണ് അവർ നേരത്തെ ചൂണ്ടിക്കാണിച്ചിട്ട് പറഞ്ഞു, ഈ മനസ്സ് ഈ രൂപത്തിൽ വിക്ഷേപ രൂപമായി നിൽക്കുന്നത് കൊണ്ട് മനസ്സ് ഈ പറഞ്ഞ സത്വഗുണ പരിണാമത്തിലേക്ക് വരുന്നില്ല. അതുകൊണ്ട് ജ്ഞാനം ഇതിൽ വരാൻ പാടില്ല. എപ്പോഴും മനസ്സിനെ സത്വഗുണത്തിലേക്ക് നിർത്തണം. വിക്രമനൊക്കെ ചെയ്യുന്നത് നല്ല വഴിയാണ്, കൊള്ളാതെ. കാരണം എല്ലാവരോടും ഒരേപോലെ ഒരു വ്യത്യാസവുമില്ലാതെ ഒരു ഭേദവുമില്ലാതെ ഇടപെടും. ഇങ്ങനെയൊക്കെ നമ്മൾ ജാഗ്രതത്തിലും പഴകാം, മനഃപൂർവ്വം പഴകാം, കുഴപ്പമൊന്നുമില്ല. അവർ പറയുന്നു ഇതെല്ലാം പഴകാവുന്നതാണല്ല. പഴകി വരുമ്പോഴും ഇതിന്റെ ഫലം ഇത് തന്നെയാണ്, അല്ലേ സാർ? വിവേകത്തോട് നോക്കിയാൽ ഇത് തന്നെയാണ് ഫലം. അപ്പൊ എന്ത് വിചാരിച്ചപ്പോ വിക്രമനോട് എന്തെങ്കിലും ചോദിച്ച് ദേഷ്യം അങ്ങോട്ടേക്ക് അതല്ല, അന്ന് നല്ല കാര്യം. പക്ഷെ നമുക്ക് ധാരണയുണ്ടല്ലോ, ആ ധാരണ നമുക്ക് ഇതിൽ നിന്ന് വിടാനും പാടില്ല. ഈ രൂപത്തിലൊക്കെ വ്യവഹരിക്കാതെ വ്യവഹരിക്കേണ്ടെന്ന ഒരർത്ഥം ഇതിനില്ല. വ്യവഹരിക്കണം, പക്ഷെ വിവേകത്തോട് തന്നെ വ്യവഹരിക്കണം. ഇതല്ലേ സാർ ഗീതയിലൂടെ പഠിപ്പിച്ചത്? അർജുനനെ കൊണ്ട് യുദ്ധം ചെയ്യിപ്പിച്ച ഭഗവാൻ അറിഞ്ഞൂടെ? അർജുനനെ ആദ്യം ഞാൻ ഉപദേശിച്ച് എന്തുകൊണ്ട് ചെയ്യുന്നില്ല? കാരണം ആ പക്വനല്ല. അതുകൊണ്ട് ആ പ്രാരബ്ധ വിശേഷമായിട്ട് വിളഞ്ഞിരിക്കുന്നതെല്ലാം കുറച്ച് അനുഭവിച്ച് അതിന്റെ തിക്തഫലങ്ങളൊക്കെ അനുഭവിച്ച് അറിയട്ടെ എന്ന് വിചാരിച്ചു, വിട്ടുകൊടുത്തു, അല്ലേ? അങ്ങനെയൊക്കെ ആ പ്രാരബ്ധം കുറച്ചൊക്കെ ഒടുങ്ങി വന്നപ്പോൾ മനസ്സിൽ ഒരു ശാന്തി സമാധാനമൊക്കെ വന്നു. അപ്പോൾ അതൊക്കെ ആ ഞാൻ ഉപദേശിച്ചു. ഇതിനിടയ്ക്ക് യുദ്ധഭൂമിയിലൊരു ജ്ഞാനോപദേശം ചെയ്തു, അല്ലെങ്കിൽ ഗീതോപദേശം ചെയ്തില്ല. അതിനെല്ലാം കഴിഞ്ഞ് വളരെ കാലം കഴിഞ്ഞതിന് ശേഷം യുദ്ധമെല്ലാം കഴിഞ്ഞ് അങ്ങനെ ഇരുന്നപ്പോഴും ഭഗവാനോട് ചോദിച്ചു, കൃഷ്ണൻ ചോദിച്ചു, പിന്നെ അർജുനൻ ചോദിച്ചു, ഭഗവാനെ അങ്ങ് എനിക്ക് ഉപദേശിച്ചാൽ അത് ഒന്നുകൂടെ ഒന്ന് പറഞ്ഞു തരുമോ ചോദിച്ചു. ഭഗവാൻ പറഞ്ഞു, അതെങ്ങനെ പറ്റും? അന്നത്തെ അർജുനനും ഇപ്പൊ ഇവിടെ ഇല്ല, അന്നത്തെ കൃഷ്ണനും ഇവിടെ ഇല്ല. ഇപ്പൊ മനസ്സിലായി. അപ്പൊ ഉപദേശങ്ങളെല്ലാം ആ സാഹചര്യങ്ങൾക്ക് പിന്നെ മറികടക്കാനുള്ള കാര്യങ്ങൾ, തന്ത്രങ്ങൾ മാത്രമാണ്. അതാണ്, വേറെ ഒന്നുമല്ല. ഇതാണ് പറഞ്ഞു കൊടുത്തതിന്റെ അർത്ഥം. അപ്പൊ ഇതാണ് വിപരീത ഭാവന നിധ്യാസനത്തിന് നിവർത്തിക്കും.
ഇങ്ങനെ ഇരിക്കുന്നതിനാൽ പ്രഥമ ശ്രവണം ജ്ഞാനവഴിയായി മോക്ഷത്തിന് ഹേതുവായിരിക്കുന്നു. വിചാരരൂപ ശ്രവണവും മനന നിധിധ്യാസനങ്ങളും അസംഭാവന വിപരീത ഭാവന ഇവകളെ നിവർത്തിക്കുന്നതായി മോക്ഷത്തിന് ഹേതുവായിരിക്കുന്നു. പിരമമലനാനൻ എൻകൈ അജ്ഞാനം നാന പിരമമാമോ അലനോ എന്റിടൽ അയ്യ. ഇത് വേറൊരു കോട്ടിങ് സ്വാമി ചെയ്തിരിക്കുകയാണ്. പിരമമലനാനന്റെ എൻകൈ അജ്ഞാനം നാന പിരമമോ അലനോ എന്റിടൽ അയ്യം. അയ്യം എന്ന് വെച്ചാൽ സന്ദേഹം എന്ന് വേദാന്ത ചൂടാമണിയിൽ പറഞ്ഞിരിക്കുന്നത് പോലെ പിരമ ഭാവനയെ മൂടി ഭേദം കാട്ടുவது അജ്ഞാനം, കുരവർ വാക്യം നമ്പാമൽ കുഴമ്പുവതാം സന്ദേഹമെന്ന് പറഞ്ഞിരിക്കുന്നതിനാൽ തത്വ അനുഭോഗം താൻ സാധിത്തൽ കേട്ടൽ എന്നതിന് ബ്രഹ്മാകാര വൃത്തിയെ വേദാന്തത്തിന്റെ അർത്ഥചിന്തന കൊണ്ട് അടിക്കടി ആവർത്തിക്കുന്നത് ശ്രവണമെന്ന് വേദാന്ത വാക്യത്തിന്റെ വിചാരരൂപമായ രണ്ടാമതായ ശ്രവണം പറയപ്പെട്ടത്. രണ്ടാമതെന്ന് പറഞ്ഞാൽ മനസ്സിലായി, ആ പ്രഥമ ശ്രവണം കൊണ്ട് ജ്ഞാനം ഉണ്ടായില്ല. അപ്പൊ അതിന് കാരണം എന്താണ്? അസംഭാവന വിപരീത ഭാവന എന്നുള്ള രണ്ട് ദോഷങ്ങളാണ്. ഈ അസംഭാവന വിപരീത ഭാവനകളെ നിവർത്തിക്കണം. അതിനെന്താണ്? ഈ ഏകത്വം അറിഞ്ഞാണ് അത് നിവർത്തിക്കേണ്ടത്. നിവർത്തിച്ചു കഴിഞ്ഞാൽ ക്രമത്തിൽ ഇതും മുക്തിക്ക് തന്നെ ഹേതുവായി വരും. അതാണ് പറയുന്നത്. വിരമഭാവനയെ മൂടി ഭേദം കാട്ടുവത് അജ്ഞാനം, കുരവർ വാക്യം നമ്പാമൽ കുഴമ്പുവതാ സന്ദേഹം എന്ന് പറഞ്ഞിരിക്കുന്നതിനാൽ തത്വ അനുഭോഗം താൻ സാധിത്തൽ കേട്ടൽ എന്നതിന് ബ്രഹ്മാകാര വൃത്തിയെ വേദാന്തത്തിന്റെ അർത്ഥചിന്തന കൊണ്ട് അടിക്കടി ആവർത്തിക്കുന്നത് ശ്രവണമാണെന്ന് വേദാന്ത വാക്യത്തിന്റെ വിചാരരൂപമായ രണ്ടാമതായ ശ്രവണം പറയപ്പെട്ടത്. വേദാന്തത്തിന്റെ അർത്ഥചിന്തനയാൽ തന്നെ അടിക്കടി ബ്രഹ്മാകാര വൃത്തി ഉണ്ടായി നിൽക്കും. അതിനാൽ അടിക്കടി വേദാന്തത്തിന്റെ അർത്ഥചിന്തനാരൂപമായ രണ്ടാമതായ ശ്രവണത്തിനാൽ തന്നെ അജ്ഞാന പ്രതിബന്ധം നിവർത്തിക്കും. നിധിധ്യാസനത്തിന്റെ പരിഭാഗ അവസ്ഥയെ തന്നെയാണ് സമാധി എന്ന് പറയുന്നത്. അതിനാൽ സമാധിയും നിധിധ്യാസനത്തിൽ അന്തർഭവിക്കും, വേറെ സാധനമല്ല. ഘടാകാരമായ അന്ധകരണത്തിന്റെ അപരോക്ഷ വൃത്തിയെ ഘടാനുഭവം എന്നതുപോലെ ബ്രഹ്മാകാരമായ അന്ധകരണത്തിന്റെ അപരോക്ഷ വൃത്തിയെ ഇവിടെ തത്വ അനുഭോഗം എന്ന് പറഞ്ഞിരിക്കുന്നു. ഇതിനെപ്പറ്റി നിത്തം ഇപ്പടി ചെയ്താക്കാൻ നിർവ്വാണം പെറുവായി നീ എന്ന് പറഞ്ഞു. അത് വാസിഷ്ഠത്തിന്റെ ആ ഒരു രൂപത്തിൽ തന്നെയാണ് ഈ കൈവല്യവും ഈ ഭാഗവും പറഞ്ഞിരിക്കുന്നതെന്ന് സാരം. ഇത് നിത്യം ഇങ്ങനെ ചെയ്യുന്നവർക്ക് ഈ നിർവ്വാണം എന്ന് പറഞ്ഞാൽ വിജയമുക്തിയാണ്. നിർവ്വാണം പെറുവായി നീ നിത്തം ഇപ്പടി ചെയ്താക്കാൻ നിർവ്വാണം പെറുവായി നീ. എത്തனை നാൾ ஞாதாவும் ஞானവും இருக்கும் മുൻപാൽ അത്തனை നാള് വേണ്ടും അപ്പാലോർ செயலும் വേണ്ട. നിത്തവും വെളിപോൽപ്പറ്റ ജ്ഞേയമാത്രമായി ജീവൻ മുക്തരാനവർ വിദേഹ മുക്തി പറ്റിയിരിപ്പാരെന്നും. എത്തனை നാൾ ஞாதாவும் ஞானവും இருக்கும் മുൻപാൽ അത്തனை നാളും വേണ്ടും അപ്പാലോർ செயலும் വേണ്ട. നിത്തവും വെളിപോർപ്പറ്റ ജ്ഞേയമാത്രമായ ജീവൻ മുക്തനായവർ വിദേഹമുക്തി പറ്റിയിരിപ്പാരെന്നും. എത്ര നാൾ, എത്ര കാലം ജ്ഞാതാവും ജ്ഞാനത്തിന്റെ കർത്താവായ അന്ധകരണവും ജ്ഞാനവും ബ്രഹ്മാകാരമായ അന്ധകരണത്തിന്റെ വൃത്തിരൂപ ജ്ഞാനവും മുൻപാൽ ഇരിക്കും നിന്നിൽ ഇരിക്കുമോ? അത്ര നാളും അത്ര കാലം വേണ്ടും അജ്ഞാനാദി പ്രതിബന്ധ വിരോധികളായ ശ്രവണാദികൾ വേണം. അത്ര കാലം ഈ ശ്രവണാദികൾ മതി. മഹത്തുക്കളൊക്കെ കണ്ടിട്ടില്ല, ഒരു പരിധി കഴിഞ്ഞ് പോകുന്നവർക്ക് പിന്നെ ഇതിൻ്റെ ആവശ്യമില്ല. ഇതെല്ലാം പിന്നെ വയ്ക്കോല് പോലെ കളഞ്ഞിട്ട് അതിൻ്റെ സാരമായിട്ട് അവരിയ്ക്കുക, സാരമായി പോയി അവർ. ഇനിയിപ്പോൾ അതിൻ്റെ മറ്റതിൻ്റെ ഒന്നും ആവശ്യമില്ല. അവർ പറയണു അത്ര കാലം മാത്രം മതി. ഏതുവരെ? അജ്ഞാനാദി പ്രതിബന്ധ വിരോധികളായ ശ്രവണാദികൾ വേണം അത്ര കാലം. അപ്പാൽ എന്ന് പറഞ്ഞാൽ
ജ്ഞാതാജ്ഞാനമെന്ന വികല്പങ്ങൾ നശിച്ച് മഹാവാക്യ പ്രമാണജന്യ ജ്ഞാനവിഷയമായ ജ്ഞേയ മാത്രമായി നീ അവശേഷിച്ച ശേഷം ഓർച്ചയിലും വേണ്ട ശ്രവണാദി അനുഷ്ഠാനങ്ങൾ, ഒരു അനുഷ്ഠാനവും നിനക്ക് ആവശ്യമില്ല. അനുഷ്ഠാനവും ആവശ്യമില്ല. നിത്യവും ദിവസേന വെളിപോൽ ആകാശം പോലെ പറ്റാജ്ഞേയമാത്രമായി അസംഗചിതാത്മാവായി ജീവൻ മുക്തിയാനവർ വിദേഹമുക്തി പെറ്റ് പ്രാരബ്ധനാശത്തിൽ വിദേഹമുക്തി അടഞ്ഞ് എന്തും ഇരുപ്പാർ സർവകാലത്തും ഇരിക്കും. വിദേഹമുക്തി അടഞ്ഞു എവിടെയെങ്കിലും പോകല്ല, എന്നും അങ്ങനെ ഇരിക്കുമെന്നവിടെ പറഞ്ഞത് വളരെ ശ്രദ്ധിക്കണം. കാരണം നമ്മള് ലൗകികമല്ല, മാനസികമല്ലല്ലോ. എന്നാലും ശ്രുതി അതിനെ അടുപ്പിച്ചുകൊണ്ട് പറഞ്ഞു നിർത്തിയിരിക്കുന്നത് മാത്രം കേൾക്കാനേ നമുക്ക് പറ്റൂ. ഇതിൽ യുക്തി ചിന്തനയൊന്നും പറ്റൂല. ഇത് പറഞ്ഞിരിക്കുന്ന എന്നാണ്, ഇങ്ങനെ ജീവൻ മുക്തരായവർ വിദേഹമുക്തി പെറ്റ് പ്രാരബ്ധനാശത്തിൽ വിദേഹമുക്തി അടഞ്ഞ് എന്തും ഇരുപ്പാ സർവകാലവും ഇരിക്കും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇവിടെ സിദ്ധാന്തം ഇങ്ങനെയാണ്: മന്ദമെന്നും ദൃഢമെന്നും ജ്ഞാനം രണ്ട് പ്രകാരമാണ്. സംശയാദി സഹിത ജ്ഞാനം മന്ദജ്ഞാനമെന്നും സംശയാദി രഹിത ജ്ഞാനം ദൃഢജ്ഞാനമെന്നും ചൊല്ലപ്പെടും. ആർക്ക് ദൃഢജ്ഞാനം ഉണ്ടാകുമോ അവർക്ക് അല്പം പോലും കർത്തവ്യമില്ല. ഒരിക്കൽ ഉൽപ്പന്നമാകുന്ന സംശയാദി രഹിത അന്ധകരണത്തിന്റെ വൃത്തിരൂപ ജ്ഞാനം അവിദ്യയെ നാശം ചെയ്ത് താനും നിവർത്തിക്കുന്നു. നല്ലതുപോലെ കണ്ട ആത്മാവിൽ വീണ്ടും ഭ്രാന്തി ഉണ്ടാകുകയില്ല. എന്നാൽ ഭ്രാന്തിക്ക് കാരണമായ അവിദ്യ ഒരു പ്രാവശ്യം ഉൽപ്പന്നമാകും. ജ്ഞാനത്താൽ നഷ്ടമായി പോകുന്നതിനാൽ ഭ്രാന്തിയും അവിദ്യയും ഇല്ലായ്മയാൽ വൃത്തിജ്ഞാനത്തിന്റെ ആവർത്തനത്തിന് ഏതൊരു പ്രയോജനവുമില്ല. അതിനാൽ അപ്പാലോ ശൈലും വേണ്ട എന്നാണ് അർത്ഥം. ജ്ഞാനമുദിത്തതൻ പിൻപേ കോശങ്ങൾക്ക് നാമേ വേറായി മികവ് പറയുന്നത് പോലെ ജ്ഞാനം വരുമുൻ കോശം അവയ്ക്ക് വേറായി നാം ഇരുന്നോം என்பது സിദ്ധിത്തലാവും. ലക്ഷണാവൃത്തിയിൽ പറഞ്ഞിരിക്കുന്നത് കൊണ്ടും തനിക്കുണ്ടായ അനുഭൂതി ഫലം കൊണ്ടും നിത്യവും വെളിപോൽ പറ്റ ജ്ഞേയമാത്തിരമായി എന്ന് പറഞ്ഞു. ആകാശ സദൃശമായിട്ടുള്ള ഇരുപ്പാണ് പറയുന്നത്. ഇവിടെ ആകാശത്തിൽ പറഞ്ഞതെന്താ പറയുക? ആകാശത്തിൽ എന്തെല്ലാം ഉണ്ടെങ്കിലും ആകാശത്തിന് പറ്റില്ല. ആകാശം എല്ലാത്തിനും ഇടം കൊടുത്തിട്ടുണ്ട്, പക്ഷെ ഇതിന്റെ ഒന്നിന്റെയും ഇത് ആകാശത്തിൽ പറ്റില്ല. ഇതുപോലെ ഇരിക്കാനാണ് പറയുന്നത്. ഇതുപോലെ ഒന്നും പറ്റാത്ത വെളിപോൽ നിത്യവും വെളിപോൽ പറ്റാ ജേയം അസ്ഥിരമായ ജീവൻ മുക്തരാനവർ വിദേഹമുക്തി വ്യക്തിരിപ്പാരല്ലോ. അവരാണ് വിദേഹമുക്തി അടഞ്ഞിരിക്കുകയാണ് അവര്. പിന്നെ അവർക്കൊന്നും അവരിൽ പറ്റില്ല. മനസ്സില്ലല്ലോ സാർ. മനസ്സറ്റ് സമാധി ഏർപ്പെട്ട് ഈ പറഞ്ഞ വാസനാനാശം, മനോനാശം, ആത്മസാക്ഷാത്കാരം ഇത് മൂന്നും കൂടെ ഒരുമിച്ചുണ്ടായ ഒരാളിന് പിന്നെ ഇതൊന്നും ബാധിക്കുന്നില്ല. രോഗം അസ്തമിച്ചൊന്നും പോകില്ലല്ലോ. അപ്പോഴും ഭരിച്ചുകൊണ്ടിരിക്കുന്നവർ തന്നെ ഭരിക്കും. റേഷൻ 2 ആഴ്ച 3 ആഴ്ച മുടങ്ങും. ഇതെല്ലാം ഉണ്ടാവും. പക്ഷെ അവരെ സംബന്ധിച്ച് ഇതൊന്നും അവരെ ബാധിക്കുന്നില്ല. ഈ നിലയിലേക്ക് അവർ മാറി. മനഃപൂർവ്വമല്ല, അങ്ങനെ ആയിപ്പോയി. വെളിപോൽ പറ്റാ നേയമാത്തിരമായി. ഇങ്ങനെ ഒരു നിലയാണ് ജ്ഞാനത്തിൽ ഉദയമാവുന്നത്. ഇതിനൊന്ന് അനുഭവിച്ചറിയാനായിട്ട് ജീവിതം വിനിയോഗിക്കാത്ത മൂഢാത്മാക്കളെ എന്ത് പറയും? പറയാനില്ല. അതാണ് മഹത്തുക്കൾ പറഞ്ഞെങ്കിൽ ഗോവിന്ദം മൂഢം. ഗോവിന്ദം എന്ന് വെച്ചാൽ ജ്ഞാനം എന്നാണ് അർത്ഥം. ഈ ജ്ഞാനത്തിലേക്ക് വരാതെ വെറുതെ ഉണ്ണ കുടിക്കുക, മതിക്കുക, ഇങ്ങനെ നടക്കുക, ഇതെന്തോ അല്ലേ? ഇതോ നമ്മളടക്കം പറയണ്ട, എല്ലാവരുടെ കാര്യങ്ങളും പറയണ്ട. ഞാൻ ഒരു പ്രത്യേക ആളൊന്നും അല്ല, ഇതിൽ വ്യത്യാസമായിട്ടുള്ള ആളല്ല. ഈ മൂഢത അനാദി ജന്മത്തെ പഴക്കം കൊണ്ട് വന്നിരിക്കുകയാണ്. ഇതിനെയാണ് മാറ്റി ജ്ഞാനം അടയാനായിട്ട് അവര് ഉപദേശിക്കുന്നത്. കാരണം നമ്മുടെ മനുഷ്യത്വം, ഈ മനുഷ്യൻ എന്ന് പറഞ്ഞാൽ ഈ മുക്തിക്ക് അധികാരിയായി വന്നു എന്നാണ് അർത്ഥം.
അതിന് പ്രയോജനപ്പെടുത്തണം. വയ്യനേരുതുളനിന്റെ ജന്മങ്ങളാണ്ടമേയനെ ഉപദേശിക്ക വെളിവந்த ഗുരുവേ പോറ്റി ഉയവേ ഭക്തങ്ങൾക്കും ഉദവിക്കോറുദവിനായി ചെയ്യുമാറും കാണേ തിരുവഴി പോറ്റി പോറ്റി.